ഇനിയിപ്പോ എന്ത് ചെയ്യാനാ മുരളിയേട്ടന്റെ പ്ലാൻ? ഒന്നും എനിക്കറിയില്ല ശ്രുതി. എന്റെ തലയിൽ ഒന്നും അങ്ങോട്ട് ഉദിക്കുന്നുമില്ല. ആകെ ഒരു കടന്തക്കൂട് എരമ്പും പോലെ. എന്താ ഏതാ എന്നൊന്നും എനിക്ക് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. എന്തൊരു വിധി എന്റെ ഈശ്വര. ദേവീപേട്ടൻ വരുന്നു. വാ വിപി, ഇരിക്കുക. അവരെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ വിപേട്ടാ? ഇല്ല ശ്രുതി, അങ്ങനെ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചോന്ന് അറിയാനാ ഞാൻ വന്നത്. ഇവിടെ അവള് വിളിക്കില്ല. അതിനുള്ള ധൈര്യം അവൾക്കുണ്ടാവില്ല. നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ട വിപി? താൻ എന്തെങ്കിലും ഒന്ന് പറ. എന്റെ മനസ്സ് മൊത്തം ബ്ലാങ്കാ. ഇതുവരെ ഒരു ഇൻഫർമേഷൻ കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല മുരളി. എത്രയും പെട്ടെന്ന് ഈ വിവരം പോലീസിൽ അറിയിക്കുകയാണ് വേണ്ടത്. അവരെവിടെയാന്ന് പോലീസ് അന്വേഷിക്കട്ടെ. അപ്പോ എനിക്ക് കേസ് കൊടുക്കണമെന്നാണോ പറയുന്നത്? ഇന്നലെ അങ്ങനെ അല്ലല്ലോ നമ്മൾ തീരുമാനിച്ചത്. ഇന്നലെ ഞാനും ജോബിനും അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അത് കുട്ടികള് ഒരുപക്ഷെ ഇന്നലെ തന്നെ തിരിച്ചു വന്നെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. ഇതുവരെ അങ്ങനെ സംഭവിക്കാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ ഈ കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഒരു മിസ്സിംഗ് ഉണ്ടായ 24 മണിക്കൂറിനുള്ളിൽ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം എന്നതാണ് അതിന്റെ രീതി. ഇപ്പൊ തന്നെ നമ്മൾ വൈകിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ കാത്തിരുന്നിട്ട് കാര്യമില്ല ശ്രുതി. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യാം. എന്തു പറയുന്നു മുരളി? അതല്ല നല്ലത്. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഇനിയിപ്പോ അന്വേഷണം അവരെ ഏറ്റെടുത്താ ഇത് വലിയ പബ്ലിസിറ്റി ആവില്ലേ? പരാതി രജിസ്റ്റർ ചെയ്താ പിന്നെ അത് ഓൺ റെക്കോർഡായല്ലോ. ഇതുപോലുള്ള കേസിൽ ഓഫ് റെക്കോർഡായി അന്വേഷിക്കാൻ എത്ര പരിചയമുണ്ടെങ്കിലും പോലീസ് ഒന്ന് മടിക്കും. ചിലപ്പോ പത്രത്തിലൊക്കെ ലുക്കൗട്ട് നോട്ടീസ് കൊടുക്കേണ്ടി വരും. എല്ലാവരുടെയും മുന്നിൽ നാറി നാണം കെടും അല്ലേ വിപി? എന്തെങ്കിലും ആവട്ടെ, ഇനി പോലീസ് കംപ്ലൈന്റ് ചെയ്തില്ല എന്നൊരു കുറവ് വേണ്ട. ഈശ്വര, അവരെവിടെയെങ്കിലും ഒന്ന് സേഫ് ആയിട്ടുണ്ടെന്നൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. അതറിഞ്ഞിട്ട് എന്തിനാ ശ്രുതി? അങ്ങനെ എന്തെങ്കിലും സൂചന കിട്ടിയാ നമുക്ക് പോയി അവരോട് സംസാരിക്കായിരുന്നല്ലോ. ഇനി എന്ത് സംസാരിക്കാനാ? സംസാരിച്ചാ അവര് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോ ബലം പ്രയോഗിച്ച് വിളിച്ചോണ്ട് വരാന്ന് വെച്ചാ അപ്പൊ തുടങ്ങില്ലേ മനുഷ്യാവകാശവും വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞു ഓരോ ആൾക്കാര്. അതൊക്കെ ശരി തന്നെ മുരളി. എന്നാലും അശ്വതി പറയുന്ന പോലെ കുട്ടികൾ എവിടെയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനമായിരുന്നു. ഹലോ 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 അമ്മേ, ഞാൻ അപ്പുവാ. അപ്പു, നീ എവിടുന്നാ വിളിക്കുന്നേ? മാളു എവിടെ? അമ്മേ, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ അമ്മ വ്യക്തമായിട്ട് കേൾക്കണം. മാളു എൻ്റെ ഒപ്പമുണ്ട്. ഞങ്ങള് കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. മാറി നിൽക്കുന്നത് ചില കാരണങ്ങൾ കൊണ്ടാണ്. അത് പരിഹരിച്ചാൽ ചിലപ്പോൾ ഞങ്ങൾ തിരിച്ചു വരും. കൂടുതലൊന്നും ഇപ്പം അമ്മയോട് പറയാൻ പറ്റില്ല. അപ്പു, നീ എന്തൊക്കെയായി പറയുന്നേ? ഇവിടെ എന്തൊക്കെയാ പ്രശ്നങ്ങളെന്നറിയാവോ? നിങ്ങൾ എവിടെയാണെങ്കിലും ഉടനെ തിരിച്ചു വാ. അമ്മയല്ലേ പറയുന്നേ? അമ്മ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. മാളുവിന് കുഴപ്പമൊന്നുമില്ല. അവള് സുഖമായിട്ടിരിപ്പുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ അമ്മയുടെ അറിവിലേക്ക് പ്രത്യേകം പറയാം. ഞാൻ ഈ വിളിക്കുന്ന നമ്പറിലേക്കൊന്നും തിരിച്ചു വിളിക്കണ്ട. ഈ നമ്പർ ഫോളോ ചെയ്ത് ഞങ്ങൾ എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനും കരുതണ്ട. അപ്പു, പിന്നെ വിപിയുടെ മുരളിയങ്കിളിനോട് ഒരു കാര്യം പ്രത്യേകം പറയണം. ഞങ്ങൾ മിസ്സിംഗ് ആണെന്നും പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യോ പത്രത്തിൽ പരസ്യം കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ പിന്നെ എന്റെ മാളുവിന്റെ ശവമേ നിങ്ങൾക്ക് കിട്ടും. അപ്പു, അപ്പു എന്തൊക്കെയാ നീ പറയുന്നേ?
വേറൊന്നും പറയാനില്ലമ്മേ. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് വരണമെന്ന് തോന്നിയാൽ ഞങ്ങൾ അങ്ങോട്ട് തന്നെ വരും. അതുവരെ ഞങ്ങൾ എവിടെയാണെന്ന് അന്വേഷിക്കുകയോ ഞങ്ങളെ പിന്തുടർന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താ നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു. പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. അപ്പോ ഞാനൊന്ന് പറയട്ടെ. ഹലോ, നോക്കു മുരളി, നമ്മൾ രണ്ടു കൂട്ടർക്കും ഇതുകൊണ്ടുണ്ടാവുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ മുരളിക്ക് അശ്വതിക്ക് മനസ്സിലാവുമല്ലോ. നമ്മുടെ കുട്ടികൾ ചെയ്ത ഈ തെറ്റിന് നമ്മൾ രണ്ട് വീട്ടുകാരും നിരപരാധികളാണ്. അപ്പവും ആളും ഒരുമിച്ചുള്ളൊരു ജീവിതം ഞാനോ ഗീതയോ മുരളിയോ അശ്വതിയോ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവരങ്ങനെ ആഗ്രഹിച്ചു, അതിന് ശ്രമിച്ചു, അതിലൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കുന്ന കംപ്ലൈന്റ് പുറത്ത് പോലീസുകാർക്ക് കുട്ടികളെ കണ്ടെത്താൻ പറ്റിയാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട്? അതുകൊണ്ട് ആലോചിച്ച് ഉറപ്പിച്ചിട്ട് വേണം നമുക്ക് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ. ഇതിലിനി എന്ത് തീരുമാനം വി പി എടുക്കേണ്ടത്? എന്തായാലും വി പി പറഞ്ഞതുപോലെ പോലീസ് ഇനി അവരെ അന്വേഷിച്ച് കണ്ടെത്തിയാലും അപ്പവും ആളും ഒന്നിച്ച് ജീവിക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്തേ, വി പിക്ക് അങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ? ഞാൻ അങ്ങനെ ആഗ്രഹിച്ചാലില്ലെങ്കിലും വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല മുരളി. ഞാൻ മാത്രമല്ല, നിങ്ങളുടെ കാര്യം കൊണ്ട് ചേർത്തായി പറയുന്നു. പോലീസ് അവരെ കണ്ടെത്തിയ അവരുടെ അഭിപ്രായവും താല്പര്യവും ആദ്യം അന്വേഷിക്കുക. തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനാണ് ഇഷ്ടമെന്ന് അവർ പറഞ്ഞാൽ ഉറപ്പായും അവർക്കതിന് അവസരമൊരുക്കി കൊടുക്കുക എന്നത് മാത്രമാവും പോലീസിന്റെ ഡ്യൂട്ടി. നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ വെറും കാഴ്ചക്കാരന്റെ റോളേ ഉള്ളൂ അതില്. അങ്ങനെയൊന്നും സംഭവിക്കില്ല വി പി ഏട്ടാ. മാളൂരെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അതെ, അതിനിടയിൽ അപ്പവും വി പി ഒന്നും കയറി അടങ്കോലിടാതിരുന്നാ മതി. മുരളി പിന്നെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ അടങ്കോലിട്ടിട്ടാണോ പിള്ളേർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത്? സോറി, ഞാൻ എൻ്റെ ഇമോഷന്റെ പുറത്ത് പറഞ്ഞു പോയതാ. ഫീലിങ്സും ഇമോഷനൊക്കെ എല്ലാവർക്കും ഉണ്ട് മുരളി. അത് പരസ്പരം മനസ്സിലാക്കുകയും ഷെയർ ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഈ അവസരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? ഹലോ ഗീത. വി പി എവിടെയാ? ഞാനിത് ആവശ്യത്തെ മുരളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. വി പി മുരളിയെ കൂട്ടി പെട്ടെന്നൊന്ന് വാ. അപ്പു ഇപ്പൊ വിളിച്ചിരുന്നു. അപ്പോ എന്നിട്ട് എന്ത് പറഞ്ഞു? അതൊക്കെ പറയാം. വി പി ഒന്ന് വേഗം വന്നേ. ശരി ശരി, ഞങ്ങളിതാ എത്തി. മുരളി ഒന്ന് പെട്ടെന്ന് വന്നേ. അപ്പോ ഗീതയെ വിളിച്ചിരുന്നു. എന്താ ഗീത, എന്താ അപ്പു പറഞ്ഞത്? എവിടുന്നാ വിളിച്ചത്? മാളും അപ്പിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അപ്പും ആളും ഒരുമിച്ച് തന്നെ ഉണ്ട്. അവരെവിടുന്നാ വിളിച്ചെന്ന് പോലും പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. അപ്പു വളരെ ഇൻഡിഫറന്റ് ആയിട്ടാ എന്നോട് സംസാരിച്ചത്. എന്താ അപ്പു പറഞ്ഞത്? അപ്പുവും ആളും ഒരുമിച്ചുണ്ടെന്ന്. എവിടെയാണെന്ന് ഞാൻ കുറെ പ്രാവശ്യം ചോദിച്ചിട്ടും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. മാറി നിൽക്കുന്നത് ചില കാരണങ്ങൾ കൊണ്ടാണെന്നും അത് പരിഹരിച്ചാൽ തിരിച്ചു വരുന്നൊക്കെയാ അപ്പു പറഞ്ഞത്. അപ്പൊ ഏത് നമ്പറിന്നാ വിളിച്ചത്? സ്വന്തം നമ്പർ തന്നെയാണോ? അല്ല, വേറെ ഏതോ ഒരു നമ്പറിന്നാ. ആ നമ്പറിലേക്ക് ഒരിക്കലും തിരിച്ചു വിളിക്കല്ലെന്ന് പറഞ്ഞിട്ടാ അപ്പു സംസാരം തുടങ്ങിയത്. ഏതാ നമ്പര്? ഗീത ഒന്ന് പറഞ്ഞേ. വേണ്ട മുരളി, ഞാൻ തിരിച്ചു വിളിച്ചു നോക്കി. ആ നമ്പർ സ്വിച്ച് ഓഫാ. അത് സാരമില്ല, ആ നമ്പർ നമുക്ക് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യാം. അതിന്റെ ടവർ ലൊക്കേഷൻ എവിടെയാണെന്ന് അവര് കണ്ടുപിടിച്ചോളൂ. മുരളി പ്ലീസ്, ഞാൻ ഒന്ന് പറയട്ടെ. പോലീസിൽ പരാതിപ്പെട്ട രണ്ടുപേരും ആത്മഹത്യ ചെയ്യുന്ന അപ്പു പറഞ്ഞത്.
അതൊക്കെ അപ്പു വെറുതെ പറയുന്നതാ, നമ്മൾ കംപ്ലൈന്റ് ചെയ്യാതിരിക്കാൻ. പക്ഷെ എന്തു വന്നാലും ഈ നമ്പർ ഉൾപ്പെടെ നമ്മൾ ഈ കാര്യം പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുക തന്നെ ചെയ്യും. അല്ലേ വി പി? അതല്ലേ നല്ലത്? മുരളിക്ക് നിർബന്ധമാണെങ്കിൽ ആവാം. പക്ഷേ പറഞ്ഞത് അപ്പു ആയതുകൊണ്ടാ. പ്ലീസ് മുരളി, നിങ്ങളിങ്ങനെ അവിവേകം കാണിക്കരുത്. ഞാൻ ഒന്ന് പറയട്ടെ. പോലീസിൽ പരാതിപ്പെടുകയോ ആരെങ്കിലും അന്വേഷിച്ച് ചെല്ലുകയും ചെയ്താൽ രണ്ടുപേരും ആത്മഹത്യ ചെയ്യുന്ന അപ്പു കട്ടായം പറഞ്ഞിരിക്കുക. അപ്പു അത് പറഞ്ഞത് അത് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയുള്ള പറച്ചിലാണെന്ന് അപ്പുവിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയില്ല. അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കണോ? പിന്നെ എന്ത് വേണോന്നാ ഗീത പറയുന്നത്? രണ്ടുപേരും ഒരുമിച്ചുണ്ടെന്ന് അറിഞ്ഞല്ലോ. എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മളായിട്ട് പോലീസിൽ പരാതി കൊടുക്കാനും അന്വേഷിച്ച് കണ്ടെത്താനും ശ്രമിച്ചാൽ നമുക്കവരെ നഷ്ടപ്പെടുമെങ്കിലോ? ഗീത പറയുന്നതിലും കാര്യമുണ്ട് മുരളി. വേണമെങ്കിൽ അപ്പുവിന്റെ ആ ഭീഷണി മുകളിലേക്ക് എടുക്കാതെ നമുക്ക് പരാതിപ്പെടാം. പോലീസിനെ കൊണ്ട് ഈ നമ്പർ ട്രേസ് ചെയ്യിപ്പിച്ച് എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യാം. പക്ഷേ അങ്ങനെ ഒരു നീക്കം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് എന്തെങ്കിലും ഒരു സൂചന അപ്പൂനും മാളൂനും കിട്ടിയ അവര് പറഞ്ഞതുപോലെ ചെയ്താ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഗീത പറഞ്ഞതുപോലെ അപ്പു രണ്ടും കൽപ്പിച്ചുള്ള ഒരു വിളിയാണ് ഇപ്പോൾ വിളിച്ചതെങ്കിലോ? അപ്പോ അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കാനാണോ നിങ്ങൾ പറയുന്നത്? ഗീത പറയുന്ന വെച്ച് നോക്കുമ്പോ നമ്മൾ കുറച്ചു ദിവസം കൂടി സംയമനം പാലിക്കുന്ന നല്ലതെന്നാ എനിക്ക് തോന്നുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് മറുനീക്കങ്ങളൊന്നും ഇല്ലെന്ന് കണ്ട ചിലപ്പോൾ അവർക്ക് തിരിച്ചു വരാൻ തോന്നിയാലോ? ഇനി അതല്ല, അപ്പുവിന്റെ പറച്ചിൽ കാര്യമാക്കാതെ പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ തന്നെയാണ് മുരളി തീരുമാനിക്കുന്നതെങ്കിൽ അതിന് ഞങ്ങൾ കൂടെയുണ്ട്. എന്തു വേണമെന്ന് മുരളി തന്നെ പറ. എന്താ മുരളി, എന്തു പറയുന്നു? ഇല്ല വി പി, ഇനി ഞാനായിട്ടൊരു കംപ്ലൈന്റ് മുൻകൈ എടുക്കുന്നില്ല. ഇനി അത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനെ നഷ്ടപ്പെടണ്ടല്ലോ. അപ്പുവിന്റെ കാര്യം മാത്രമല്ലല്ലോ മുരളി, മാളുവിന്റെയും കൂടെ കാര്യമല്ലേ? വേണ്ട ഗീത, മാളു എന്ന മോളെ ഞാൻ ഇവിടെ ഉപേക്ഷിക്കുക. ഇനി അവള് ജീവിച്ചിരുന്നാലും ചത്താലും എനിക്ക് ഒരുപോലെയാ. തിരിച്ചു വരുന്നെങ്കിൽ നിങ്ങളുടെ അപ്പുവിന്റെ പെണ്ണായിട്ട് എടുത്തോളെ. എനിക്കിനി അവളെ വേണ്ട. എനിക്ക് എന്റെ കുടുംബത്തിന് ഇനി അവളെ വേണ്ട. ഞങ്ങൾക്കിനി അങ്ങനെ ഒരു മോളുമില്ല. ഇവിടെ ഉപേക്ഷിക്കുക. ഇവിടെ തീർന്നല്ല. അവളുടേതായിട്ട് ഒന്ന് നീ വീട്ടിൽ വേണ്ട. ഒന്ന് നീ വീട്ടിൽ കണ്ടുപോകരുത്. മുരളി, എന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾക്ക് ഭ്രാന്തായോ? അതെ, എനിക്ക് ഭ്രാന്താ. ഇനി ആ ഭ്രാന്ത് മാറ്റാൻ ആരും വിചാരിക്കണ്ട. എന്താ മുരളി ഇത്? നശിക്കട്ടെ, നശിക്കട്ടെ. ഇതെല്ലാം വാരിക്കൊണ്ട് ഞാൻ തീരാൻ പോവാ. ഇതൊക്കെ നശിപ്പിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് അവളോടുള്ള ദേഷ്യം തീരുവോ? അതിന് ചത്താലും തീരില്ല ശ്രുതി. അവളുടേതായിട്ട് ഒന്നും ഈ വീട്ടിൽ വേണ്ട. 10-22 വർഷം സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയത് എന്റെ മോളെ എനിക്ക് നല്ലൊരു സമ്മാനം തന്നു. ആ സമ്മാനം അതേപടി തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇനി ഈ വീട്ടിൽ മാളു എന്ന പേര് പോലും വിട്ടിപ്പോരുന്ന ഒരാളും. മുരളി, നീ ഒന്ന് അടങ്ങ്. നിന്റെ അതേ മനസ്സ് തന്നെ ഞങ്ങൾക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് സ്വന്തം വീടും മനസ്സും ഇല്ലാതാകുമെന്നല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നീ ഒന്ന് സമാധാനപ്പെട്. നമുക്ക് സാവകാശം ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. ഇതിൽ ഇനി ആലോചിക്കാൻ ഒന്നുമില്ലമ്മേ. ഇനി ഈ വീട്ടിൽ അവൾക്ക് ഒരു സ്ഥാനവുമില്ല എന്റെ മനസ്സിലും. അത് ഞാനും മനസ്സിലുറപ്പിച്ച കാര്യം മുരളി. നമ്മളെ ഇത്രയും പേരെ കണ്ണീര് കുടിപ്പിച്ചു അപമാനിച്ചിട്ടും അവക്ക് ആ പണിക്കരുടെ കൊച്ചിന്റെ കൂടെ പൊറുക്കാനാണ് പൂതിയെങ്കിൽ പിന്നെ നമ്മളെന്തിനാ അവളെ സ്നേഹിച്ചത്? പിന്നെന്തിനാ നമ്മൾ ഇത്രയും നാളും അവളെ പൊന്നുപോലെ നോക്കി വളർത്തിയത്? നീ എന്തിനാ കരയുന്ന അശ്വതി? അവക്ക് വേണ്ടി ഇത്രയും നാൾ നമ്മൾ ജീവിച്ചില്ലേ? അതിനുള്ള സമ്മാനം അവള് നമുക്ക് തന്നു. അതോർത്ത് സന്തോഷിക്കല്ലേ വേണ്ടത്? എന്നാലും അവള് നമ്മുടെ മോളല്ലേ മുരളിയേട്ടാ? എന്തു മോള്? ഇനി നീ ആ ലേബൽ ഒട്ടിച്ച് അവളെ ന്യായീകരിക്കാൻ ശ്രമിക്കണോ അശ്വതി?
ഇങ്ങനൊരു മോള് നമുക്ക് എന്തിനാ? അവളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂട്ടുനിന്നവരാ നമ്മള്. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കരിവാരിത്തേക്കാൻ അവൾ ഇങ്ങനൊരു ബന്ധം തെരഞ്ഞെടുത്തില്ലേ? അതിനിപ്പൊ കടന്ന് നെഞ്ചത്തടിച്ചിട്ട് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല മുരളി. അതിരിട്ട് നിർത്തേണ്ടതിനെ പണ്ടേ അതിരിട്ട് നിർത്തണമായിരുന്നു. കൊച്ചിലെ മുതലേ ഒരു പാത്രത്തിലുണ്ട് ഒരു പായിൽ ഉറക്കി ശീലിപ്പിച്ചതിന്റെയും കുഴപ്പമായത്. അതിനിങ്ങനെയൊക്കെ വരും ആരെങ്കിലും അറിഞ്ഞോ അമ്മേ? നീ ഞാനും ഒന്നും വളർന്ന കാലമല്ല അശ്വതി ഇത്. ആണായാലും പെണ്ണായാലും അവനവന്റെ കാര്യം. അതിൽ അച്ഛനെന്നോ അമ്മയെന്നോ അമ്മൂമ്മ തള്ളയെന്നോ ഒന്നുമില്ല. അവരവരുടെ ഇഷ്ടവും സുഖങ്ങളും മാത്രം മതി എല്ലാവർക്കും. അല്ലെങ്കിൽ ഇത്രയും സ്നേഹിച്ച് വളർത്തിയ നമ്മളെ ഇങ്ങനെ ചതിച്ചിട്ട് ഇറങ്ങി പോകാൻ തോന്നുമായിരുന്നു അവക്ക്. ഇതിലും പേരെ ഇങ്ങനെ ഒരു മകൾ ഇല്ലാതിരിക്കുന്നതാ. എത്രയോ പേര് മക്കൾ ഇല്ലാതെ ജീവിക്കുന്നു. അതുപോലെ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു. അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല മുരളി. മക്കളുണ്ടായാൽ മാത്രം പോരാ, അവരെ കൊണ്ടുള്ള സുഖവും സന്തോഷവും അനുഭവിക്കാനുള്ള യോഗം കൂടി വേണോന്ന് പറയുന്ന ഇതിനാ. എന്തായാലും നീയായിട്ട് ഇനി പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കണ്ട മുരളി. അശ്വതി, ഇതെല്ലാം മാരി ഏതെങ്കിലും കാണാമറയത്ത് കൊണ്ടുപോയി വെക്ക്. ഒരു കണക്കിന് നോക്കിയ മുരളിയെ കുറ്റം പറയാൻ പറ്റില്ല. ഇതൊക്കെ കണ്ട മനുഷ്യന്റെ മനസ്സങ്ങ് ആടിപ്പോവും. വയ്യ ശ്രുതി, ഈ ജീവിതം തന്നെ മടുത്തു പോവാ എനിക്ക്. എവിടെയും ചെന്നങ്ങ് അവസാനിപ്പിച്ചാലെന്ന് വിചാരിക്കുക ഞാൻ. എന്താ വിവേകം മുരളിയേട്ടൻ നിങ്ങൾ ഈ പറയുന്നത്? അങ്ങനെ അവസാനിപ്പിക്കാനാണെങ്കിൽ ഒറ്റയ്ക്ക് വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് തീരാം. നിങ്ങളൊന്ന് സമാധാനായിട്ടിരിക്കെ. അതൊന്നും അല്ല ഇതിനുള്ള പരിഹാരം. അശ്വതി, മുരളിയെ വിളിച്ചോട് താഴോട്ടിയല്ലേ. ഞാനിതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. ചെല്ലാനാ പറഞ്ഞത്. ദേ, ആരോ വന്നെന്ന് തോന്നുന്നു. നമ്മുടെ ഉള്ളിലെ നീറ്റിലും പോച്ചിലും ഒന്നും വന്നവരെ അറിയിക്കരുത്. ചെല്ലശ്വതി, ആരാ വന്നെന്ന് നോക്ക്. അശ്വതി, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? വരൂ. അശ്വതി, വിഷമിക്കരുത്. എന്തിനു വിഷമിക്കണം? എന്റെ മോള് പോയി. അവള് കാരണം ഞങ്ങൾ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഗീതേച്ചി. നിങ്ങളുടെയൊക്കെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങളെപ്പോലെ തന്നെ സങ്കടമുണ്ട് എനിക്കും. നിങ്ങളൊക്കെ സങ്കടപ്പെടുന്ന എന്തിനാ? ഒന്നുമില്ലേലും മോന്റെ ജീവിതം അങ്ങ് രക്ഷപ്പെട്ടല്ലോ. കൊച്ചുനാള് മുതലേ കൂടെ കൊണ്ടു നടന്ന പെണ്ണിനെ തന്നെ അങ്ങ് സ്വന്തമാക്കിയില്ലേ. അതിന് സങ്കടപ്പെടുകയല്ലല്ലോ വേണ്ടത്, സന്തോഷിക്കല്ലേ. ഈ സങ്കടമൊക്കെ നമ്മളെ കാണിക്കാനുള്ള അടവാ മുരളി. ഇന്ദിരാമേ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, അതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാ. പക്ഷേ ഇപ്പൊ ഞാൻ അപ്പുനെ ന്യായീകരിക്കാനോ നിങ്ങളുടെ സങ്കടം കണ്ട് സന്തോഷിക്കാനോ വന്നതല്ല. പിന്നെ ഈ വരവിന്റെ ഉദ്ദേശം? പറഞ്ഞല്ലോ, നിങ്ങളെപ്പോലെ തന്നെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല ഞാനും വി പിയും. നിങ്ങളെപ്പോലെ തന്നെ സങ്കടം അനുഭവിക്കാൻ ഞങ്ങളും. മുരളി, ദൈവത്തെ ഓർത്ത് എനിക്കും വി പിക്കും ഇതിനകത്ത് പങ്കുണ്ടെന്ന് മാത്രം നിങ്ങൾ പറയരുത്. നടന്ന കാര്യങ്ങളിൽ നിങ്ങളെപ്പോലെ തന്നെ നിരപരാധികളാണ് ഞാനും വി പിയും. ഇനി ആരൊക്കെ അപരാധി നിരപരാധിയാന്ന് പറഞ്ഞാലും നഷ്ടം ഞങ്ങൾക്കല്ലേ ഗീതേ? ഒന്നുമല്ല, അപ്പുവിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ശീലമായതാ. അതുപോലല്ലോ ഞങ്ങളുടെ കാര്യം. സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ പെണ്ണ് ഒരു ട്രാൻസ്മാനോട് ഒളിച്ചോടി എന്ന് പറഞ്ഞ അതിന്റെ നാണക്കേട് എന്താണെന്ന് ഗീതയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? വേറെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്കത് നന്നായിട്ട് മനസ്സിലാവും മുരളി. അതുകൊണ്ടാ രണ്ടും കൽപ്പിച്ച് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. നിങ്ങളെ ഒന്നും ഫേസ് ചെയ്യാൻ പറ്റാതെ വീട്ടിലൊരു മനുഷ്യൻ തളർന്നിരിപ്പുണ്ട്. ബി പി കൂടെ നിർബന്ധിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത്ര കഷ്ടപ്പെട്ടിപ്പോ ഇങ്ങോട്ട് വന്നതെന്തിനാ? അത് പറ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടും ചെളിവാരി എറിഞ്ഞിട്ടും കാര്യമല്ലേ മുരളി. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. അതല്ലേ ഇപ്പം പ്രാക്ടിക്കലായിട്ടുള്ള വഴി. ഇനി ഒന്നും ചെയ്യാനില്ല ഗീത. ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ മുറ്റത്ത് നിന്ന് ഞാൻ പറഞ്ഞത് ഭംഗിവാക്കല്ല. ഇനി അങ്ങനെ ഒരു മോള് എനിക്കോ അശ്വതിക്കോ ഇല്ല.